ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ഫിഫ്ത്ത് ഡേ ആണ്, അഞ്ചാമത്തെ ദിവസമാണ് 1CR ചാലഞ്ചിൻ്റെ. ഇന്ന് നമ്മൾ ടാർഗറ്റ് അടിച്ചിരിക്കുകയാണ്. ടാർഗറ്റ് മാത്രമല്ല, ടാർഗറ്റിൽ കൂടുതൽ നല്ല രീതിക്ക് തന്നെ പ്രോഫിറ്റ് കിട്ടി. നമ്മൾ കഴിഞ്ഞ വീക്കിൽ 2 ദിവസം ലോസ് അടിച്ചതിൻ്റെ 2 സ്റ്റേജ് ബാക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേജ് വന്നതിനേക്കാളും ലോസ് കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. ഓവറോൾ നമ്മൾ 10K പോയിട്ട് പ്ലസ് പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം, നമുക്ക് 10K ആണ് യൂസ്ഡ് ക്യാപിറ്റൽ. അതുപോലെ ജസ്റ്റ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 10Kൻ്റെ മേലോട്ടേക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. പക്ഷേ ആ പ്രോഫിറ്റ് കാര്യമില്ല, നമ്മൾ പക്ഷേ സ്റ്റേജ് എന്തായാലും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. കാര്യമില്ല എന്നല്ല, പ്രോഫിറ്റ് കാര്യമുണ്ട്. സ്റ്റേജ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഫസ്റ്റ് സ്റ്റേജിലേക്ക് മാറാം. ജസ്റ്റ് നമ്മൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജിലേക്ക് മാറത്തില്ല. നമ്മൾ ഓരോ സ്റ്റേജ്, നമുക്ക് 2 സ്റ്റേജാണ് നമ്മൾ ബാക്കിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇന്നൊരു സ്റ്റേജ് മാത്രമേ ഫ്രണ്ടിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഈ ഒരു വീക്കെൻഡിൽ വിഡ്രോ ചെയ്യാവുന്നതാണ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ വീക്കെൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ചെറിയ രീതിക്ക് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് എന്തായാലും ഒരു ഒറ്റയടിക്ക് സ്റ്റേജ് ചാടത്തില്ല. ആ സ്റ്റേജിൽ തന്നെ നമുക്ക് നാളെ മേ ബി ചിലപ്പോൾ 1K ലോസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു -1 സ്റ്റേജിൽ തന്നെ തുടരാൻ പറ്റും. ഓക്കെ, നമുക്ക് നാളെ പറയാം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അത് വേറെ ഇഷ്യൂ. ജസ്റ്റ് എന്തായാലും നമുക്ക് ഇന്നത്തെ ട്രേഡ് എന്തായാലും അടിപൊളിയായിരുന്നു. മാർക്കറ്റിൽ അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അത്ര നല്ലൊരു മൈൻഡോടെയല്ല ഇന്നത്തെ ട്രേഡ് എടുത്തത്. നല്ലൊരു മൈൻഡ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു മൈൻഡല്ല. പക്ഷേ ഈ ഒരു എൻട്രി വളരെ ക്ലിയർ ആയിട്ടുള്ള എൻട്രി ആയിരുന്നു. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത എൻട്രി കൃത്യമായിട്ട് ഈ ഒരു പോയിന്റിലായിരുന്നു എൻട്രി എടുത്തത്. വളരെ ക്ലിയർ ആയിട്ട് പുട്ട് ഓപ്ഷനാണ് എടുത്തത്. ബാങ്ക് എക്സിലായിരുന്നു പുട്ട് ഓപ്ഷൻ എടുത്ത്. അത് കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് ഏറ്റവും ലോ തന്നെ എക്സിറ്റ് ആകാനും പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് അടിച്ച് നന്നായിട്ട് ടാർഗറ്റ് അടിച്ച് നല്ല രീതിക്ക് തന്നെ മൂവ്മെൻറ്റ്സ് കിട്ടുകയും ചെയ്തു. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ്സ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഏറെക്കുറെ 11:22 എൻട്രി എടുത്ത് ഏറെക്കുറെ 298 എൻട്രി എടുത്തിട്ട് 451 ഏറെക്കുറെ ഒരു 150 പോയിന്റ്സ് പ്ലസ് പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറെക്കുറെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് 100 പോയിന്റ്സ് ആയിരുന്നു. 100 പോയിന്റ്സ് ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. പക്ഷേ 150 പോയിന്റ്സ് കിട്ടി. അത് നമുക്ക് ബോണസാണ്, എക്സ്ട്രാ ബോണസാണ്. നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്തായാലും നല്ലൊരു പ്രോഫിറ്റാണ് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കുന്നത്. നല്ല പ്രോഫിറ്റ് പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റാണ്. നമ്മൾ എന്തായാലും അത് വിഡ്രോ ചെയ്യാൻ നിൽക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അതിനുശേഷം വീണ്ടും ഒരു ട്രേഡ് എടുത്തത് അതിൻ്റെ വേറെ അക്കൗണ്ടിൽ. അത് വളരെ ചെറിയ ട്രേഡ്, ഒരു അർദ്ധ മണിയായിരുന്നു എടുത്തത്. അതൊരു 40 പോയിന്റ്സ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുക്കാമെന്നില്ല, എനിക്ക് അത്ര നന്നായിട്ട് നല്ലൊരു മൈൻഡിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒഴിവാക്കാൻ ചെയ്തു. അതായത് ഇന്നത്തെ മാർക്കറ്റ് നല്ലൊരു സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം മേലോട്ടേക്ക് നാളെയും അത്യാവശ്യം നന്നായിട്ട് മേലോട്ട് കാണിക്കാനുള്ള ചാൻസ് ലൈറ്റ്ലി ഉണ്ട്. എന്തായാലും നമ്മുടെ സ്റ്റേജ് എന്തായാലും ഫ്രണ്ടിലേക്ക് ചാടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ഓക്കെയാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ, നമ്മൾ യൂസ്ഡ് ക്യാപിറ്റൽ ഏറെക്കുറെ 10K തന്നെയാണ് വീണ്ടും എത്തിയിട്ടുണ്ട്. 10K മേലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജ് എന്തായാലും ഒറ്റയടിക്ക് ചാടത്തില്ല. നമ്മൾ -2ലേക്ക് 2 പ്രാവശ്യം ലോസ് വന്നിട്ടുണ്ട്. ആ 2 പ്രാവശ്യം പ്രോഫിറ്റ് അടിച്ച് പതിയെ തന്നെ പോയാൽ മതി. ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ പോയാൽ മതി. ഒറ്റയടിക്ക് ചാടിക്കിടക്കാൻ നോക്കണ്ട. ചാടിയാക്കാം, പക്ഷെ നമ്മൾ അത് സേഫാക്കി മാറ്റണം. അങ്ങനെ ചാടാൻ അവസരം കിട്ടിയാൽ പോലും ചാടരുത്. കൃത്യമായിട്ട് പതിയെ പോയാൽ മതി. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്കിനിപ്പോൾ നാളെ ഫിൻ-നിഫ്റ്റി ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം നാളെ എന്തായാലും വീണ്ടും നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഫ്രണ്ടിലേക്ക് വെക്കാം. ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ നമ്മളൊരു 1CRലേക്ക് എത്തണം. അത് ചാടിക്കഴിഞ്ഞാൽ കുറച്ച് ആവേശം കൂടും. ചാടാതിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, ചാടാനുള്ള അവസരമുണ്ട്, പക്ഷേ ചാടത്തില്ല. അത് നമ്മുടെ ഇമോഷൻ സ്റ്റെബിലിറ്റി, ചാടാതിരിക്കാനുള്ളത് നമ്മുടെ ഇമോഷൻ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യണം. ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേജൊക്കെ ചാടിയാൽ പിന്നെയും കുഴപ്പമില്ല. ബട്ട് നമുക്ക് പെട്ടെന്ന് എത്തണം നിങ്ങൾ വിചാരിക്കരുത്. പെട്ടെന്ന് എത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഇമോഷണലി കുറച്ച് കാര്യങ്ങൾ വർക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എത്തണം ഒരിക്കലും വിചാരിക്കരുത്. മാക്സിമം സ്ലോലി, വളരെ ക്ലിയർ ആയിട്ട് സ്ലോലി നമുക്ക് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് പതിയെ ശ്രമിച്ച് കൃത്യമായ പ്ലാൻ എങ്ങനെയാണോ ആ പ്ലാനിൽ തന്നെ വെച്ച് പോവാം. വെച്ചടി വളരെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ കയറി നമുക്ക് 1CR ടാർക്ക് സിമ്പിളായിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്കിനി നാളെ നോക്കാം അടുത്ത സ്റ്റേജ് എന്താവുന്ന. നാളെ നമുക്ക് എന്തായാലും സിസ്റ്റ് ഡേ ആണ്. -1 സ്റ്റേജിൽ തന്നെ നമുക്ക് തുടങ്ങാം. -1 അല്ല, വേണമെങ്കിൽ നമുക്ക് പ്ലസ് ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. നമുക്ക് ഒരു -1ൽ തന്നെ തുടങ്ങുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ജസ്റ്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ലോസ് വരുത്തിയിട്ട് ഈ പ്രാവശ്യം നമ്മൾ 2 പ്രാവശ്യം പ്രോഫിറ്റിലേക്ക് ആക്കി സ്റ്റേജ് 1ലേക്ക് നാളെയും കൂടി നമ്മൾ പ്രോഫിറ്റിലേക്ക് അയക്കണം. ടാർഗറ്റ് ഹിറ്റ് അയക്കണം. സ്റ്റേജ് 1ലേക്ക് നമ്മൾ മാറും. ബാക്കി എക്സ്ട്രാ എമൗണ്ട്സ് ഉണ്ടാകും. ആ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, ഉറപ്പായിട്ടും വിഡ്രോ ചെയ്ത് മാറ്റാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും ഗൈസ് എന്തായാലും നമുക്ക് നാളെ നോക്കാം. നാളെ ഫിൻ-നിഫ്റ്റി എക്സ്പയറി ഒക്കെയാണ്. നമുക്ക് ഫിൻ-നിഫ്റ്റിയിൽ ഈസി ആയിട്ട് തന്നെ കൃത്യമായിട്ട് നല്ല പൊസിഷൻ കിട്ടുന്ന വരെ നോക്കാം. നല്ലൊരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം വളരെ ക്ലിയർ ആയിട്ടൊരു എൻട്രി എടുക്കാം. എൻട്രി എടുത്ത് കൃത്യമായിട്ട് 30% പ്രോഫിറ്റ് മേക്ക് ചെയ്യാം. പിന്നെ നാളെ എൻട്രി എടുക്കുന്ന മുമ്പ് നമ്മൾ എൻട്രി എടുക്കാവുന്ന നമ്മുടെ പ്ലാനിങ് ചാർട്ട് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം.
മസ്റ്റായിട്ട് പ്ലാനിങ് ചാർട്ട് നോക്കിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എൻട്രി എടുക്കുന്ന മുമ്പ് നമ്മൾ എങ്ങനെയായിരിക്കാം എൻട്രി എടുക്കുന്നത്, എത്രത്തോളം ക്യാപിറ്റൽ യൂസ് ചെയ്യണമെന്നൊക്കെ ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ കാൽക്കുലേഷൻ വേണം. എൻ്റെ മൈൻഡിൽ കാൽക്കുലേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ജസ്റ്റ് എൻട്രി എടുക്കുന്ന മുമ്പ് ഈ ഒരു കാൽക്കുലേഷൻ മസ്റ്റായിട്ട് ഈ ഒരു ടേബിൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. ഇത് കൃത്യമായിട്ട് മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ നമുക്ക് എത്രത്തോളം ലോസ്, എത്രത്തോളം പ്രോഫിറ്റ്, എല്ലാം എത്രത്തോളം ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റും, അധികം കൂടുതലാവരുത്. അത് നമുക്ക് ജസ്റ്റ് മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ മസ്റ്റായിട്ട് വേണം. നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.